എറണാകുളം പാലാരിവട്ടത്ത് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം അപകടകരമായ ബസ് ഓടിച്ചത് സമയക്രമം സംബന്ധിച്ച തർക്കത്തെ തുടർന്നാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിശദാംശങ്ങളുമായി അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ ചേരുന്നുണ്ട്. അമൽ, കണ്ട് നമുക്കും പറഞ്ഞ് നമുക്കും മടുത്തു. പക്ഷേ ഇതെല്ലാം കണ്ടിട്ടും വെറുതെ ഇരുന്ന അധികാരികൾക്ക് മടുത്തില്ലേ? ഇതിലൊന്നും ഒരു നടപടിയുമില്ലേ? എന്താണ് ഈ ദൃശ്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ? നമുക്കറിയാവുന്നതാണ്, എറണാകുളത്ത് ഇത്തരത്തിലുള്ള സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം ഇത് ആദ്യമായിട്ടല്ല. വീണ്ടും കഴിഞ്ഞ 22-ാം തീയതി 4 മണിക്കാണ് പാലാരിവട്ടം MMK റോഡിൽ വെച്ച് ഇത്തരത്തിലുള്ള അപകടകരമായ വിധത്തിൽ സമയക്രമത്തെ ചൊല്ലി 2 സ്വകാര്യ ബസ്സുകൾ തമ്മിലുണ്ടായിരുന്ന ഒരു തർക്കം അത് മൂർച്ഛിച്ച് ഒരു അപകടകരമായ അവസ്ഥയിൽ ബസ് ഓടിക്കുന്ന നിലയിലേക്ക് പോയത്. CB സൺസ് എന്ന ബസ്സിനെയാണ് അപകടകരമായ വിധത്തിൽ സെവൻസ് എന്ന ബസ് പിന്നിൽ നിന്ന് വന്ന് ഇടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. സമയക്രമത്തെ ചൊല്ലി ഈ ബസ്സുകൾ രണ്ടും തമ്മിൽ ചില തർക്കങ്ങളെല്ലാം മുന്നേ കൂട്ടി നിന്നിരുന്നു. ഏതായാലും ഇപ്പോൾ പാലാരിവട്ടം പോലീസ് ഈ ഒരു സംഭവത്തിൽ FIR ഇട്ട് കേസെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ 2 ബസ്സുകളുടെയും ഉടമകളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും അവരുമായി സംസാരിക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതാണ്ട് 20,000 രൂപയുടെ നാശനഷ്ടമാണ് CB സൺസ് എന്ന ബസ്സിന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നിലവിൽ FIR-ൽ ഉള്ളത്. ഏതായാലും ഇത്തരത്തിലുള്ള അപകടകരമായ രീതിയിലുള്ള സ്വകാര്യ ബസ്സുകളുടെ ഓട്ടത്തിന് ഒരു പരിധി നിശ്ചയിക്കുവാൻ അധികാരികൾക്ക് ആകുന്നില്ല എന്നത് അങ്ങേയറ്റം അപകടകരമായ ഒരു കാര്യം തന്നെയാണ്. വല്ലാത്ത ഒരു അപകടമായിരുന്നു ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്നത്. ഇതിൽ ചില്ലുകൾ പൊട്ടി ഡ്രൈവർക്ക് നേരിയ രീതിയിലുള്ള പരിക്കുകളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം സുരക്ഷിതമാണ്. വളരെ വലിയൊരു അപകടം ആയി മാറേണ്ട ഒരു കാര്യമാണ്. കാരണം അത്രമേൽ ട്രാഫിക് ഒക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത്. പക്ഷേ ഡ്രൈവറുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ് വലിയൊരു അപകടം ഒഴിവായി പോയത്. സുഹേൽ, ആ ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നു, ആർക്കും പരിക്കില്ല എന്നത് മാത്രമാണ് ആശ്വാസകരമായ വാർത്ത, ആശ്വാസകരമായ വിവരം. എന്തായാലും ഇത് ഇങ്ങനെ അനുവദിക്കാൻ പറ്റില്ല. വലിയ ബിൽ ബോർഡുകളിൽ സ്വകാര്യ ബസ് റോട്ടിലുണ്ട്, പേടിക്കണമെന്ന രീതിയിൽ എഴുതിയിടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അധികാരികൾക്കും നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഈ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ മാത്രം ബസ്സിന് സമയം അനുവദിച്ചു കൊടുക്കുന്നതിലും അശാസ്ത്രീയത ഉണ്ട്. അതടക്കം പരിഹരിച്ചാൽ മാത്രമേ മത്സരയോട്ടത്തിന് അന്തിമ വിരാമമാകൂ.